പാലക്കാട് ചരിത്രം തിരുത്തി കുറിക്കുമോ അതറിയാൻ നമ്മൾ കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടി വരും. പക്ഷെ പാലക്കാട് ചരിത്രം തിരുത്തി കുറിക്കണമെങ്കിൽ നിർണായകമായ 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, അത് പരിശോധിക്കുകയാണെങ്കിൽ BJPയുടെ ക്രൗഡ് പുള്ളർ എന്ന് എക്കാലവും വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ് ഇത്തവണ അവിടെ സ്ഥാനാർത്ഥി. ഈ ശ്രീധരന്, മെട്രോമാൻ ഈ ശ്രീധരന് ലഭിച്ച വോട്ടുകൾ ചോരാതെ കാക്കണം. കഴിഞ്ഞ കുറച്ചു കാലമായി ശോഭാ സുരേന്ദ്രൻ നടത്തിയ ജനകീയ ഇടപെടലുകളുണ്ട്, അത് വോട്ടാക്കി മാറ്റാൻ സാധിക്കണം. കഞ്ചിക്കോട് മേഖലയിലെ പ്രതിസന്ധികൾ തീരണം. പാലക്കാടിനെ വ്യവസായ ഹബ്ബാക്കണം. വേനൽക്കാലത്ത് ധാരാളം കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന ഒരിടം തന്നെയാണ് പാലക്കാട്. അതിനൊരു ശാശ്വത പരിഹാരം വേണം. നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ട്, അതഴിക്കാൻ ബൈപ്പാസുകളും പുതിയ റെയിൽവേ പദ്ധതികളും വേണം. ഇതൊക്കെയാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. ഈ ആവശ്യങ്ങൾ കണ്ണടച്ച് തുറക്കും വേഗത്തിൽ നടപ്പാക്കാം. അങ്ങനെ നടപ്പാക്കണമെങ്കിൽ പാലക്കാട് വരേണ്ടത് ഡബിൾ എഞ്ചിൻ തന്നെയാണ്. കേന്ദ്രത്തിനൊപ്പം നിൽക്കുന്ന ഒരു MLA അവിടെ നിയമസഭയിലേക്ക് ജയിച്ചു വന്നാൽ പാലക്കാട് ജനങ്ങൾ ആവശ്യപ്പെടുന്ന വികസനം എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ BJPയുടെ ക്രൗഡ് പുള്ളറാണ്. പ്രസംഗ വേദികളിലെ ശോഭയുടെ ഓരോ വാക്കും എതിരാളികൾക്ക് നേരെ തൊടുക്കുന്ന കൂരമ്പുകളാണ്. പാലക്കാട് നഗരസഭയിലെ ഭരണമികവും താഴെത്തട്ടിലുള്ള പാർട്ടി കാഡറുകളുടെ ആവേശവും തന്നെയാണ് ശോഭയ്ക്ക് ഇന്ധനമാകുന്നത്. സ്ത്രീ വോട്ടർമാരുടെ വലിയൊരു ശതമാനം അവിടെയുണ്ട്. അത് ശോഭയെ പിന്തുണയ്ക്കുമെന്ന് BJP വിശ്വസിക്കുന്നു. ഹിന്ദുത്വ വോട്ടുകളുണ്ട്, അത് അതിനിർണായകമാകും. എന്നാൽ രമേശ് പിഷാരടി നോക്കുമ്പോൾ, രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് നിഷ്പക്ഷ വോട്ടർമാരെയും യുവാക്കളെയുമാണ്. അങ്ങനെയും ഒരു വിഭാഗം അവിടെയുണ്ട്. ഒരു കാലത്ത് ഇടതുപക്ഷത്തിന്റെ ഒരു കോട്ടയായിരുന്നു പാലക്കാട്.